ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ 9ാമത്തെ വീഡിയോ ആണ്. നമ്മളിത് നോക്കുന്നത് കെമിസ്ട്രിയാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് എലമെൻറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ന്യൂക്ലിയർ റിയാക്ടർ. അതായത് നമുക്ക് കുറച്ച് എലമെൻറ്റുകൾ തന്നിട്ടുണ്ട്. അതിലേത് എലമെൻ്റാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മിക്കുന്ന സമയത്ത് എസെൻഷ്യലായ എലമെൻ്റ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. ആ 4 എലമെൻറ്റുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എന്ന് പറയുന്നത് കൊബോൾട്ടാണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നിക്കലാണ്, ഓപ്ഷൻ സി എന്ന് പറയുന്നത് സിർക്കോണിയമാണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. നമ്മളിപ്പം ന്യൂക്ലിയർ റിയാക്ടറുകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്രധാനമായിട്ടും പഠിക്കുന്ന ഒരു എലമെൻ്റാണ് സിർക്കോണിയം. സിർക്കോണിയം പല ആവശ്യങ്ങൾക്കായിട്ട് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിന് ഉദാഹരണം നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ റോഡുകളുണ്ട്. അതിൻ്റെ ഔട്ടർ ലെയർ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് സിർക്കോണിയമാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടറുകളെ ക്ലാഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മേജർ എലമെൻ്റ് എന്ന് പറയുന്നത് സിർക്കോണിയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ സിർക്കോണിയം ഉപയോഗിക്കുന്നത് അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാരണമാണ്. ഇപ്പോൾ ഉയർന്ന ടെമ്പറേച്ചറുകളിലും ഈ ഒരു എലമെൻറ്റിന് അതിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അതുകൂടാതെ തന്നെ ഇതൊരു കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് നമ്മുടെ സിർക്കോണിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു എലമെൻറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ന്യൂട്രോൺ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ന്യൂട്രോൺ ഡാമേജുകളോട് വലിയ രീതിയിൽ റെസിസ്റ്റൻസ് ഉള്ളൊരു എലമെൻ്റാണ് സിർക്കോണിയം. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കാരണമാണ് സിർക്കോണിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഇപ്പം ന്യൂട്രോൺസിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇതിന് ലിമിറ്റഡ് ആയിട്ടുള്ള എബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. അതും ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾക്കുമായിട്ടാണ് സിർക്കോണിയം ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സിർക്കോണിയമാണ്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ബേരിയം ഇൻ എ സ്യൂട്ടബിൾ ഫോം ഈസ് അഡ്മിനിസ്ട്രേഡ് ടു പേഷ്യൻസ് ബിഫോർ ആൻ എക്സ്റേ എക്സാമിനേഷൻ ഓഫ് സ്റ്റൊമക്ക് ബിക്കോസ്. അതായത് നമുക്കൊരു വ്യക്തിയുടെ സ്റ്റൊമക്കിൻ്റെ എക്സ്റേ എടുക്കുകയാണ്. ഒരു വ്യക്തിയുടെ സ്റ്റൊമക്കിൻ്റെ എക്സ്റേ എടുക്കുന്ന സമയത്ത് ബേരിയം അതിൻ്റെ ഒരു സ്യൂട്ടബിൾ ഫോമിൽ ആ വ്യക്തിക്ക് ഓറലി നൽകും. അത് എന്തിനാണ് ആ വ്യക്തിക്ക് ബേരിയത്തിൻ്റെ ഒരു സ്യൂട്ടബിൾ ഫോം എക്സ്റേ എക്സാമിനേഷൻ എടുക്കുന്നതിന് മുമ്പ് ഓറലി നൽകുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് 4 ഓപ്ഷൻ നമ്മൾ നോക്കണ്ട, വെറും 2 ഓപ്ഷൻസ് ഞാൻ എടുക്കുന്നുള്ളൂ. ബിക്കോസ് 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തലതിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 4 എണ്ണം എടുക്കേണ്ട കാര്യമില്ല, 2 ഓപ്ഷൻ ഇതിനകത്ത് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള ആ 2 ഓപ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബേരിയം അലോസ് എക്സ്റേസ് ടു പാസ് ത്രൂ ദ സ്റ്റൊമക്ക് ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ട്രാൻസ്പെറൻസി ടു എക്സ്റേസ്. അതായത് നമുക്കറിയാം എക്സ്റേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് എക്സ്റേ കടന്നു പോകുന്ന ഭാഗങ്ങൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടും എക്സ്റേസ് കടന്നു പോകാത്ത ഭാഗങ്ങൾ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുക. അങ്ങനെ നമ്മൾ ബേരിയത്തിൻ്റെ ഒരു സ്യൂട്ടബിൾ ഫോം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് എക്സ്റേസിനെ കടന്നു പോകാൻ സഹായിക്കുമെന്നും അതിൻ്റെ ആ ഒരു ഭാഗങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണപ്പെടുമെന്നുമാണ് ചുരുക്കത്തിൽ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷനിലൂടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബേരിയം ഈസ് എ ഗുഡ് അബ്സോർബർ ഓഫ് എക്സ്റേസ് ആൻഡ് ദിസ് ഹെൽപ്പ് ദ സ്റ്റൊമക്ക് ടു അപ്പിയർ ക്ലിയർലി ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ അതർ റീജിയൻസ് ഇൻ ദ പിക്ചർ. അതായത് ബേരിയത്തിൻ്റെ ഒരു സ്യൂട്ടബിൾ ഫോം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം സ്റ്റൊമക്കിലെ ബാക്കി ഭാഗങ്ങളിൽ നിന്നും നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് കാണപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്റേസിൽ വിസിബിൾ ആകുമെന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിലൂടെ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് ശരിക്കും നമ്മുടെ ഇതിനുള്ള യഥാർത്ഥ ഉത്തരവെന്ന് പറയുന്നത്? നമ്മുടെ ഉത്തരം, നമ്മൾ സാധാരണ ഒരു എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൊമക്ക് നല്ല രീതിയിൽ വിസിബിളായിട്ട് കാണുകയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു എക്സ്റേ എടുക്കുന്ന സമയം നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് വിസിബിളായിട്ട് കാണുവാനായിട്ട് ബേരിയം സൾഫേറ്റിൻ്റെ ഒരു വൈറ്റ് ലിക്വിഡ് നമ്മൾ ആ ഒരു പേഷ്യൻറ്റിന് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗട്ട്, അതായത് ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ നമുക്ക് എക്സ്റേസിൽ ക്ലിയർ ആയിട്ട് വിസിബിൾ ആകും. അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആകുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബേരിയം സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള ലിക്വിഡ് ഈ പേഷ്യൻറ്റിന് നമ്മൾ ഓറലി നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വയറിൽ അത് എത്തുകയും സ്റ്റൊമക്കിൽ അത് എത്തുകയും ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ലിക്വിഡ് കഴിക്കുന്നതോടുകൂടി എക്സ്റേസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഈ ബേരിയത്തിൻ്റെ സ്യൂട്ടബിൾ ഫോമിലുള്ള ബേരിയം സൾഫേറ്റ് നമ്മൾ നൽകുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് ആ ഒരു ഭാഗങ്ങൾ സ്റ്റൊമക്കിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കാളും കോൺട്രാസ്റ്റ് ആയിട്ട് കാണുവാൻ വേണ്ടിയാണ് ബേരിയം സൾഫേറ്റ് അല്ലെങ്കിൽ ബേരിയത്തിൻ്റെ ഒരു സൂട്ടബിൾ ഫോം നമ്മൾ നൽകുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, കോബോൾസിസ്റ്റീൻ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ റേഡിയേഷൻ തെറാപ്പി ബിക്കോസ് ഇറ്റ് എമിറ്റ്സ്. അതായത് നമ്മുടെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ റേഡിയേഷൻ തെറാപ്പി നടത്തും. അങ്ങനെ റേഡിയേഷൻ തെറാപ്പി നടത്തുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോബോൾസിസ്റ്റീൻ. ഈ കോബോൾസിസ്റ്റീൻ എന്ത് എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ റേഡിയേഷൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് എ എന്ന് പറയുന്നത് ആൽഫ റേസ് ആണ് എമിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ബീറ്റ റേസ് ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഗാമ റേസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എക്സ് റേസ് ആണ് എമിറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലേതാണ് ശരിക്കും നമ്മുടെ കോബോൾസിസ്റ്റീൻ എമിറ്റ് ചെയ്യുന്നത്? അതിനുള്ള ഉത്തരം, നമ്മൾ റേഡിയേഷൻ തെറാപ്പികളിൽ കോബോൾസിസ്റ്റീൻ ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന കാരണം കോബോൾസിസ്റ്റീൻ ന്യൂട്രോണുകളെ നമുക്ക് ബൊമ്പാർഡ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഹൈ ആക്ടിവിറ്റിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഗാമ റേസിൻ്റെ എമിറ്റ് ചെയ്യാനുള്ളൊരു സോഴ്സായിട്ട് നമുക്ക് ഈ കോബോൾസിസ്റ്റീനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ് റേഡിയേഷൻ തെറാപ്പികളിൽ കോബോൾസിസ്റ്റീൻ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അതായത് ഹൈ ആക്ടിവിറ്റി നടക്കും, നമുക്ക് അതുപോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഗാമ റേസ് എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കുവാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ കൊണ്ടാണ് നമ്മൾ കോബോൾസിസ്റ്റീൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഉത്തരം എന്താണ്? ഏത് റേസിനെ എമിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്? ഗാമ റേസിനെ എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കോബോൾസിസ്റ്റീൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ എക്സ്പ്ലോഷൻ ഇൻ മൈൻസ് ഒക്കെ ഡ്യൂ ടു ദ മിക്സിങ് ഓഫ് നമ്മുടെ ഖനികളുണ്ട്. ഈ ഖനികളിലൊക്കെ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള കാരണം ഏതൊക്കെ എലമെൻറ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെ തമ്മിൽ മിക്സ് ആകുന്നത് കൊണ്ടാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം. ആക്ച്വലി ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് കുറച്ച് എക്സാക്ട്ലി ഇങ്ങനെയല്ല വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ 1ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ മിക്സ് ആകുന്നത് കൊണ്ടാണെന്നാണ്. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതും ഓക്സിജനും അസറ്റിലിനും തമ്മിൽ മിക്സ് ആകുന്നത് കൊണ്ടാണെന്നാണ്. 3ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മീഥേനും എയറും തമ്മിലുള്ള മിക്സ് ആകുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4ാമതായിട്ട് കാർബൺ ഡയോക്സൈഡും ഈഥേനും തമ്മിൽ മിക്സ് ആകുന്നത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇന്ത്യയിൽ പലപ്പോഴും കൽക്കരി ഖനികളിൽ പൊട്ടിത്തെറി നടക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൽക്കരി ഖനികളിൽ പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് കാണുന്ന ഒന്നാണ് മീഥേൻ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട്. സാധാരണയായിട്ട് ഖനികളിൽ വലിയ രീതിയിൽ മീഥേൻ ഗ്യാസ് ബിൽഡപ്പ് ചെയ്യും. അങ്ങനെ മീഥേൻ ഗ്യാസ് ബിൽഡപ്പ് ചെയ്ത് ഇതിൻ്റെ പ്രഷറും വളരെ ഹൈ ആകും. അങ്ങനെ വളരെ ഹൈ ആകുന്ന പ്രഷറിലുള്ള മീഥേന് ഏതെങ്കിലും ഒരു ഹീറ്റ് സോഴ്സുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ് സാധാരണ ഈ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ എയറുമായിട്ട് മിക്സ് ആകും. എയറായിട്ട് മിക്സ് ആയാൽ മാത്രം പോരാ, സാധാരണ ഒരു ഹീറ്റ് സോഴ്സുമായിട്ടൊരു കോണ്ടാക്ട് സാധനം വരുന്ന സമയത്താണ് ഈ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നത്. നമുക്ക് ഹീറ്റ് സോഴ്സ് പറഞ്ഞിട്ടില്ല, പക്ഷേ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് മീഥേനും എയറും തമ്മിൽ മിക്സ് ആകുന്നതുകൊണ്ടാണ്. കാരണം ബേസിക്കലി ഖനികളിൽ എക്സ്പ്ലോഷൻ നടക്കാൻ കാരണമാകുന്ന നമ്മുടെ ഗ്യാസ് എന്ന് പറയുന്നത് മീഥേൻ ഗ്യാസാണ്. കാരണം ഭൂമിക്ക് അടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള മീഥേൻ ഗ്യാസ് വരികയും അവിടെ ഹൈ പ്രഷറിൽ അത് ബിൽഡപ്പ് ചെയ്യുകയും എയറുമായിട്ടും ഒരു ഹീറ്റ് സോഴ്സുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ് നമുക്ക് ഈ പറഞ്ഞുള്ളൊരു എക്സ്പ്ലോഷൻ നടക്കുന്നത്. അവിടെ ഹീറ്റ് സോഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല എങ്കിലും മീഥേനും എയറും ഉള്ളതുകൊണ്ട് നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ബാക്കിയുള്ള ഓപ്ഷനുകളൊന്നും നമുക്ക് ഒരു ഖനികളിൽ എക്സ്പ്ലോഷൻ നടത്തുന്ന ഒന്നല്ല. നമ്മുടെ പലപ്പോഴും നിങ്ങൾ വാർത്ത ഇനിയാണ് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഇന്ത്യയിലെ പല കോൾ മൈനുകളിലും എക്സ്പ്ലോഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. അങ്ങനെയുള്ള വാർത്തകളിൽ നിങ്ങൾക്ക് ഈ മീഥേൻ ഗ്യാസിനെ കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 5ാമത്തെ ചോദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഹാസ് എ ഹാഫ് ലൈഫ് ഓഫ് 4 months, 3/4 ഓഫ് ദ സബ്സ്റ്റൻസ് വുഡ് ഡീക്കെയിൻ. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 4 മാസമാണ്. അതിൻ്റെ 3/4 ആകാൻ വേണ്ടി എത്ര ടൈം എടുക്കുമെന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫും അതിൻ്റെ കൂടെ പിന്നെ ഒരു 1/4 ഭാഗം കൂടെ ചേരുന്നതാണ് 3/4 എന്ന് പറയാൻ. അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് 4 മാസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആദ്യത്തെ 4 മാസത്തിൽ ആ ഒരു ഒന്നുണ്ടായിരുന്ന ഫുൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഹാഫായിട്ട് മാറും. അപ്പോൾ അത് പകുതിയായിട്ട് മാറാൻ 4 മാസം എടുത്തു. ഇനി ഇതിൻ്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത് 1/4 ഭാഗം എന്ന് പറയുന്നത്.
ആ കാൽ ഭാഗമായിട്ട് മാറാൻ ഇപ്പോൾ 8 ഉണ്ടായിരുന്നത് 4 ആയെന്ന് വിചാരിക്കാം. ആ 4ൻ്റെ പകുതിയായിട്ട് മാറണം. സ്വാഭാവികമായിട്ട് ആ 4ൻ്റെ പകുതിയായിട്ട് മാറണേൽ എഗെയിൻ അതിൻ്റെ ഹാഫ് ലൈഫാണ്. അപ്പോൾ എന്താണ്, വീണ്ടും ഒരു 4 മാസം കൂടി എടുക്കും. അപ്പോൾ ഈ 4 മാസം കൂടി കൂടുമ്പോൾ എത്രയായി? 8 മാസമായി. അപ്പോൾ ഇതിൻ്റെ 3/4 ആകാൻ വേണ്ടി എത്ര എടുത്തു? 3/4 ആകാൻ വേണ്ടി എടുക്കുന്നത് 8 മാസമാണ്. അതായത് നമ്മുടെ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വളരെ എളുപ്പമാണ്. അതായത് ഇപ്പം നമുക്കൊരു സബ്സ്റ്റൻസ്, അത് നിങ്ങളിങ്ങനെ എടുക്കുക, 8 ആണെന്ന് വിചാരിക്കുക, സബ്സ്റ്റൻസ് 8 ഉണ്ടെന്ന് വിചാരിക്കുക, 8 ഗ്രാം സംതിങ് നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ 3/4 ആണെങ്കിൽ ഇതിൻ്റെ ഹാഫ് ലൈഫ്, അതായത് ആ സബ്സ്റ്റൻസ് അതിൻ്റെ പകുതി ആകാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 8 ഉണ്ടായിരുന്നത് 4 ആകാൻ വേണ്ടി 4 മാസം എടുത്തു. അപ്പോൾ എഗെയിൻ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് ആ സബ്സ്റ്റൻസിൻ്റെ 4 ആണ്. ഈ 4ൻ്റെ പകുതിയും കൂടി ചേരുന്ന സമയത്താണ് അതിൻ്റെ 3/4 ആകണമെങ്കിൽ. സ്വാഭാവികമായിട്ടും സബ്സ്റ്റൻസ് സെയിം തന്നെയാണ്, അളവിലെ മാറ്റം വന്നിട്ടുള്ളൂ. ആ അളവിൽ മാറ്റം വന്നെങ്കിലും ഈ 4 സബ്സ്റ്റൻസ് ആ സെയിം സബ്സ്റ്റൻസ് തന്നെയാണ്. അതിൻ്റെ പകുതിയാകാൻ, വീണ്ടും അതിൻ്റെ പകുതിയാകാൻ വേണ്ടി എഗെയിൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മാസം തന്നെയാണ്. അങ്ങനെ 4 മാസം എടുത്ത് വീണ്ടും അതിൻ്റെ പകുതിയാകുന്ന രണ്ടും കൂടി ചേർക്കുന്ന സമയത്താണ് അതിൻ്റെ 3/4 ആകുന്നത്. അപ്പോൾ എത്രയായി? 4 മാസം കൂടി ചേർത്ത് 8 മാസമായി. ഇനി ഇതിന് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുള്ളത്, ചിലർക്ക് ഇപ്പോൾ ചിന്തിക്കും, ഓക്കെ 8 ഉണ്ടായിരുന്നത് 4 ആകാൻ വേണ്ടി 4 മാസമാണ് എടുത്തതെങ്കിൽ 4 ഉണ്ടായിരുന്നത്, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് പോകും, ക്വാണ്ടിറ്റി കുറഞ്ഞില്ലേന്ന്. ഇവിടെ ക്വാണ്ടിറ്റി ആയിട്ടൊരു ബന്ധവുമില്ല. അത് അതിൻ്റെ ഹാഫ് ലൈഫ്, അതായത് ആ ഒരു സബ്സ്റ്റൻസിൻ്റെ പകുതി ആകാൻ എടുക്കുന്ന സമയം ക്വാണ്ടിറ്റി എത്രയാണെങ്കിലും ആ സമയം അത് തുല്യമായിരിക്കും. അപ്പോൾ അങ്ങനെ അരയാകാൻ എടുത്തു, അര വീണ്ടും കാലാകാൻ എടുത്തു, 4 വരെയും കൂടെ ചേർന്ന് 3/4 അപ്പോൾ 4 4 8 അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. സോ ഓക്കെ, ആർക്കെങ്കിലും അഗെയിൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തുതരാം. ഓക്കെ, ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് തവണ ഞാൻ പറഞ്ഞ തന്നെ നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു പോരായ്മ വരുന്നുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ പറയണം. നിങ്ങൾ പോരായ്മകൾ പറയുന്ന സമയത്ത് മാത്രമേ എനിക്കത് കഴിഞ്ഞ ദിവസം എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു കാര്യം തിരുത്തണം എന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ പ്രസൻറ്റേഷൻ ആണെങ്കിലും ശരി, ഇപ്പോൾ ഓഡിയോ ക്വാളിറ്റിയിലാണെങ്കിലും ശരി, വീഡിയോസിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വേഗതയിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നതിലാണെങ്കിൽ ശരി, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോരായ്മകൾ തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ. കാരണം നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്കത് തിരുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ കാണാം.